നമസ്കാരം. നിങ്ങൾ തവളയെ കണ്ടിട്ടുണ്ടോ? ഈ നല്ല മാക്രി മഴയൊക്കെ ഇങ്ങനെ തുടങ്ങുമ്പോൾ പാണ്ടിലോറി മറച്ചിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിയ പാണ്ടിലോറി ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ഞാനിതിനെ മറച്ചിടും എന്ന് പറഞ്ഞുകൊണ്ട് റോഡിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന തവളകളെ കണ്ടിട്ടുണ്ടോ? പാണ്ടിലോറി മറച്ചിടാൻ നിൽക്കുന്ന തവളകളെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ അടുത്ത ഏഴായി വന്നിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനെ നോക്കിയാലും മതി. അദ്ദേഹം ഏതാണ്ട് ഇപ്പോൾ സമാന സ്ഥിതിയിലാണ്. പാണ്ടിലോറി മറിച്ചിടാൻ വേണ്ടി സ്വയം വീർപ്പിച്ച് നിൽക്കുന്ന മാക്രിയെ പോലെയാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ VCമാർ RSSന്റെ ഒരു ക്ലാസ്സിൽ പഠന ശിബിരത്തിൽ പങ്കെടുത്തു. ആ ഒരു ക്ലാസ്സിലൊരു ഇതിൽ പങ്കെടുത്തത് കൊണ്ട് അതിനെ വിമർശിച്ചിരിക്കുക, അവർക്കെതിരെ നടപടി എടുക്കുന്നു എന്നാണ് പറഞ്ഞു. സത്യത്തിൽ അദ്ദേഹം അജ്ഞനാണോ, അല്ലെങ്കിൽ ഈ സുഡാപ്പികളെ സുഖിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ? ചിലപ്പോൾ ബുദ്ധിയില്ലാത്ത മരക്കഴുതകളായിട്ടുള്ള സുഡാപ്പികൾക്ക് ഇതൊക്കെ സുഖിക്കും, കാരണം ബുദ്ധിയില്ലല്ലോ, അവർക്ക് തലക്കത്തൊന്നുമില്ല. പക്ഷേ VCമാർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്കെതിരെ നടപടിയെടുക്കാൻ സാക്ഷാൽ വൈസ് ചാൻസലർ ആയിട്ടുള്ള ഗവർണർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങേരാണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പാണ്ടിലോറി മറിച്ചിടാൻ വേണ്ടി നിൽക്കുന്ന തവളയെ പോലെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പെരുമാറുന്നതെന്ന്. അത് മാത്രമല്ല, ഈ കോൺഗ്രസ്, ഈ VD സതീശന്റെ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണല്ലോ. ഈ കോൺഗ്രസ് ഈ രാജ്യത്തോട് നെറികേട് ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. ഇപ്പോൾ 2013 മെയ് മാസം ഹൈദരാബാദിലുള്ള സർദാർ വല്ലഭായ് പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 160 IPS ട്രെയിനികൾക്കും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും ക്ലാസ് എടുക്കാൻ ഇവരൊരാളെ ക്ഷണിച്ചു. സുശീൽ കുമാർ ഷിൻഡെ, P ചിദംബരം എന്നൊക്കെയുള്ള നമ്മളെ വലിയ നേതാക്കന്മാരാണ് ഇതിന് മുൻകൈ എടുത്തത്. കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചത് ആരെയാണെന്നറിയാം? നമ്മളെ സക്കീർ നായിക്ക്. അത് കാരണം രാജ്യവിരുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിനെതിരെ നിലപാട് സ്വീകരിച്ചതിന് ശേഷം ഇപ്പോൾ മലേഷ്യയിൽ പോയി ഒളിച്ചു കഴിയുന്ന അതേ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട സക്കീർ നായിക്ക്. ഈ സക്കീർ നായിക്ക് എടുത്ത് എന്താണെന്നറിയാം? തീവ്രവാദവും ജിഹാദിസവും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആ വിഷയം അതാണ്. ഈ കോൺഗ്രസ്സുകാരാണ് ഇത് ചെയ്തത്. അപ്പോൾ കോൺഗ്രസിന്റെ മതേതര സമീപനം നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസിന് ഗാൻഗ്രസ് എന്നാണ് ചിലർ പിടിക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ബോർഡർ കഴിഞ്ഞ് പോയാൽ, തമിഴ്നാട്ടിലും കേരളത്തിനും ബോർഡർ കഴിഞ്ഞ് പോയാൽ എല്ലാവരും പറയുന്നത്, പൊതുവെ നമ്മൾ സാധാരണ ഗ്രാമീണരുടെ അടുത്ത് ചോദിക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ പാർട്ടി എന്ന് പറയാം. അപ്പോൾ മുസ്ലിം താല്പര്യങ്ങൾ മാത്രം എക്കാലത്തും ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളത്. പണ്ട് സ്വാതന്ത്ര്യപൂർവ്വ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. മറിച്ച് മുസ്ലിം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മുസ്ലിം ലീഗും ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസുമായിരുന്നു. കോൺഗ്രസ് അതിൽ നിന്ന് മുസ്ലിം ലീഗ് ഇന്ത്യ വിഭജനത്തിന് ശേഷം അങ്ങ് പോയി ഇവിടെ ഒരു അതിന്റെ വാല് മാത്രം ഈ മലപ്പുറം ജില്ലയിൽ അവശേഷിച്ചപ്പോൾ ആ മുസ്ലിം ലീഗിന്റെ സ്വഭാവത്തിലേക്ക് കോൺഗ്രസ് വന്നു. അതുകൊണ്ട് തന്നെ പതുക്കെയാണെങ്കിലും കാലം അത് തിരിച്ചറിഞ്ഞു. കാലം കാത്തുവെച്ച തിരിച്ചടി അവർക്ക് നൽകി. അതുകൊണ്ട് അവരിന്ന് ഉപ്പുവെച്ച കലം പോലെയായി 1-2 മേഖലകളിൽ ഒതുങ്ങി. വലിയ പാർട്ടി 400-ൽ പരം സീറ്റുകൾ നേടി ഇന്ത്യൻ പാർലമെന്റിനെ അടക്കി ഭരിച്ച ആ പാർട്ടി ഇന്ന് കേവലം വിരലിലെണ്ണാവുന്ന സീറ്റുകളായി മാറി. ഒരു പരമ പൊട്ടൻ അതിന്റെ നേതൃസ്ഥാനത്തും വന്നു. നോക്കൂ, ഈ കോൺഗ്രസ് ഈ ചെയ്യുന്ന നെറികേടുകൾ തന്നെയാണ് ഇതിന് കാരണം. ദേശീയ വിശ്വാസങ്ങൾ, ഇതിന്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും എല്ലാ കാലത്തും അവഹേളിക്കുവാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ. സക്കീർ നായിക്ക് പോലീസ് ട്രെയിനികൾക്ക് ക്ലാസ് എടുക്കാം, VCമാർക്ക് RSSന്റെ ഇതിൽ പഠന ശിബിരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ ഇരട്ടത്താപ്പിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്കെതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞതിനെ തന്നെയാണ് പാണ്ടിലോറി തവള മറച്ചിടാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ. ഇനി നിങ്ങൾ VD സതീശന്റെ ഓരോ പ്രസ്താവനയും വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, അദ്ദേഹം ചെയ്യുന്നത് ഓരോ പ്രസ്താവന VD സതീശന്റെ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, അദ്ദേഹം പാണ്ടിലോറി മറച്ചിടാൻ വേണ്ടി സ്വയം വീർപ്പിച്ച് നിൽക്കുന്ന ഒരു തവളയെ പോലെയാണ് പെരുമാറുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാനാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്.